യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തിൽ നാം കാണുന്ന 2 വാക്കുകളാണ് ഉള്ളവനും ഇല്ലാത്തവനും. എന്നാൽ ശരിക്കും ഇല്ലാത്തവനായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? ഓരോരുത്തരെയും ദൈവമാണ് സൃഷ്ടിച്ചത്. വ്യത്യസ്തമായ കഴിവുകൾ നൽകി ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ മാനസിക വൈകല്യമുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ കഴിവ് അവർക്കും പോലും ഉണ്ട്. അപ്പോൾ പിന്നെ ആരാണ് ഇല്ലാത്തവൻ? ഉണ്ടായിട്ടും ഇല്ലെന്ന് കരുതുന്നവനാണ് ഈ ഇല്ലാത്തവൻ. ദൈവം കൊടുത്ത താലന്ത്, നാണയം, അതൊന്നേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അത് ഉപയോഗിച്ച് അവന് ജീവിക്കാമായിരുന്നു. അതിന് പകരം അത് തുവാലയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ച്, അല്ലെങ്കിൽ മറ്റ് സുവിശേഷങ്ങളിൽ പറയുന്നത് പോലെ മണ്ണിൽ കുഴിച്ചിട്ട് ഇല്ലാത്തവനെപ്പോലെ കഴിഞ്ഞപ്പോഴാണ് അവൻ ഇല്ലാത്തവനായി മാറിയത്. ഉള്ളവൻ ഉള്ളതിനെക്കുറിച്ച് അറിവുള്ളവനാണ്, ബോധ്യമുള്ളവനാണ്, ദൈവത്തോട് നന്ദിയുള്ളവനാണ്. അവന് ദൈവം വീണ്ടും ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഉണ്ടായിട്ടും ഇല്ലെന്ന് ചിന്തിക്കുന്ന ഇല്ലാത്തവനായി മാറാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്നേഹനാഥനായ ഈശോയെ, എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടും ഒന്നും കിട്ടിയില്ല, ഒന്നും ഇല്ല എന്നൊക്കെ ചിന്തിച്ച നിമിഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. ഉള്ളത് മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ. അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.